കച്ചി വെക്കും ആദ്യം. വെച്ചിട്ട് ഒരു പാറ എടുത്ത് വെക്കും, നിരന്ന പാറ എടുത്ത് വെച്ചിട്ട് കണ്ട കറ്റ എടുത്ത് കണ്ട ഇങ്ങനെ അടിക്കും. ചിലപ്പോൾ 2 പുഴുക്ക് ഇച്ചിരി കഞ്ഞിയുള്ളൂ ചിലർ തരും, ചിലർ തരത്തില്ല. അങ്ങനെ വയലിൽ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അത് കുടിച്ചാൽ ഞങ്ങൾ. ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ്. ഇന്നേ കണ്ട അമ്മ വയലിൽ വന്നിരിക്കുക. എന്തിനാണെന്നറിയണ്ടേ? നിങ്ങളും വാ, നമുക്കൊന്ന് നോക്കാം. ഞങ്ങൾ പണ്ട് പള്ളിയിൽ പോകുന്ന വഴിയായിരുന്നു ഇത് കേട്ടോ. ഈ വരമ്പേ കൂടെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നു. ഇതിനം കർക്കിടക മാസം ആകുമ്പോഴേ ഇതെല്ലാം നെല്ല് വിളഞ്ഞ് കിടക്കും. ഇതിനം കർക്കിടക മാസത്തിലാണ് കൊയ്ത്ത്. അന്ന് ഞങ്ങൾ കൊയ്ത് ചുമന്ന് കൊണ്ടുപോയി വീട്ടുകളിൽ വെച്ചിട്ട് കറ്റ അടിച്ച് ആ നെല്ലാണ് ഞങ്ങൾ ചിങ്ങത്തിലേ ഓണം ഉണ്ണുന്നത്. ഓണം ഉണ്ണ അതൊരു ഭയങ്കര സന്തോഷമാണ് അത് കേട്ടോ. അമ്മാണ്ട കൊയ്ത് കാണിച്ചുകൊണ്ട് പറയാം. അപ്പം നിങ്ങളും കൂടെ വാ. നമുക്ക് ആണ്ട ഇപ്പം എന്തു നമ്മൾ ആർക്കുന്നേ? ഇപ്പം കളയേ ഉള്ളൂ മക്കളെ, നെല്ല് അങ്ങും ഇഞ്ഞൊക്കെ ഉള്ളൂ കേട്ടോ. പണ്ടെങ്ങനെയാണെന്നറിയോ, എന്തുമായിരുന്നു നെല്ല് വിളഞ്ഞു കിടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചേ, എന്തിപ്പം ഇങ്ങനെ ഇവിടെ എൻ്റെ നെല്ല് കൃഷി ഇറക്കാത്തതെന്ന്. അപ്പോൾ പറഞ്ഞത്, ഈ സമയത്ത് ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്, ആറ്റുവെള്ളം കയറും ഇവിടെ. ആറ്റുവെള്ളം കയറി കൃഷി ഇറക്കി കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പോവുക. അതുകൊണ്ട് ഇപ്പോൾ അവർ ഈ വിതനം കർക്കിടക മാസത്തിൽ അവർ കൃഷി ഇറക്കത്തില്ല. അവർ പറഞ്ഞു എന്തോന്നറിയാം, മകരം കുംഭമാസത്തിലെ കൃഷി അവർ ഇറക്കുമെന്ന്. അപ്പോൾ അവർക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യമുള്ള ഇപ്പം. പണ്ടങ്ങനെയല്ല, 2 പ്രാവശ്യമായിരുന്നു കേട്ടോ. അന്നൊക്കെ വന്ന് കൊയ്ത് എന്ത് ഭംഗിയാണെന്നറിയാം. കാലത്തെ വന്നിറങ്ങി വൈകുന്നവരെ കൊയ്ത്ത. അതെ, അമ്മയൊന്ന് കൊയ്ത് കാണിക്കട്ടെ. ഇപ്പം മിഷൻ ഇറക്കി പൂട്ടി പിന്നെ നെല്ലെല്ലാം കൊയ്തെടുത്ത് മിഷൻ വഴി തന്നെ എല്ലാം ചെയ്യുമല്ലയോ. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തേക്ക് ഞാൻ മക്കളെ ഒന്ന് കൊണ്ടുപോവുക. അണ്ട അന്ന് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് താറുടുത്ത് നിന്നുകൊണ്ട് അണ്ട ഇങ്ങനെ ആർക്കും. അതൊക്കെ ഓർക്കുമ്പോഴേ നമുക്ക് വിഷമം വരും കേട്ടോ. അന്നൊക്കെ എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ കൊയ്ത്തിനൊക്കെ വരാൻ. എന്തിനാണെന്നറിയാം, തിരുവോണത്തിന് ഉണ്ണാൻ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേര് കാണും. കൊയ്ത് കൊണ്ടുവന്ന് അടിച്ച് നെല്ല് കൊണ്ടുപോയി ഓണത്തിന് പുഴുങ്ങിക്കുത്തും നെല്ല്. ഞാൻ 16 കറ്റ എടുക്കുമായിരുന്നു കേട്ടോ. 16 കറ്റ എടുത്തുകൊണ്ട് വേണ്ട. ഇതിൻ്റെ അപ്പുറം തോടാ. ആ തോട്ടിലേ ഞാനങ്ങ് മറിഞ്ഞു വീണു. കറ്റയുമായിട്ട് മറിഞ്ഞു വീണാലും നമുക്ക് വിഷമം തോന്നത്തില്ല കേട്ടോ. കാരണം അന്നത്തെ ജീവിതം അതായിരുന്നു. മറിഞ്ഞു വീണാലും നമുക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ കൊയ്ത് കെട്ടിയൊക്കെ മക്കളെ വളർത്തിയത്. അവിടെ എങ്ങനെ അങ്ങോട്ട് കൊയ്ത് ഞാൻ 16 കറ്റ എടുക്കും. 16 കറ്റ എടുത്ത് കണ്ടാ പോകുന്നത്. കൊയ്ത് കെട്ടി വെക്കും. അച്ഛൻ വന്ന് കറ്റ കെട്ടും. ഇപ്പോൾ നമ്മൾ പശുവിന് കൊടുക്കാൻ കള ഇറക്കുന്നോണോ ഇറക്കുന്നത്. ഇപ്പം എല്ലാം മിഷനല്ലയോ മക്കളെ. അന്ന് കൊയ്ത് കഴിയുന്ന ഉടനെ കാളയും വണ്ടി കൂട്ടുവണ്ടിയുണ്ട്. കാള ഇറക്കി നമ്മൾ നിലം പൂട്ടി ചാണാനും തോലും. ഇപ്പം ആരെങ്കിലും തോലിടുന്നോ? അന്നെന്ന് പറയുന്നത് തോലെല്ലാം ഇട്ട് അറിഞ്ഞ് കൂട്ടി നേരം വെളുത്ത് ഇറങ്ങിയ നമ്മുടെ വീട്ടിലാണുങ്ങൾ വീട്ടിൽ കാണത്തില്ല. കൃഷി ഇറക്കുന്ന നിലത്തിൽ കിടന്ന് അവർ പണി. അന്ന് കണ്ടേ ഇങ്ങനെ കറ്റ ഇറക്കി വെച്ചിട്ടേ അന്ന് കെട്ടുന്ന എങ്ങനെയാണെന്നറിയോ? അന്ന് കറ്റ കെട്ടുന്ന ഇങ്ങനെ ഞങ്ങൾ
കണ്ട ഞാൻ അങ്ങോട്ട് കെട്ടി ഞാൻ അങ്ങോട്ടാക്കിയിട്ട് കണ്ട ഞാൻ അങ്ങോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വെച്ച് കണ്ട ഇത്രയല്ല, ഇതിൽ കൂടുതൽ കാണും. ഇതുപോലുള്ള വലിയ കറ്റയാണ്. 16 എണ്ണം കാണും. 16 കറ്റ എടുക്കും അമ്മ. 16 കറ്റ എടുക്കും. എടുത്താണ്ട് ഇവ തോട നമ്മൾ ഇറങ്ങി കയറണം. എന്നിട്ട് കൊയ്ത് കൊണ്ട് എന്നിട്ട് അട്ടിയിട്ട് ഉയരത്തി വെക്കും. എന്നിട്ട് രാത്രിയിലേ നമ്മൾ പോകും അവരുടെ വീട്ടിൽ കറ്റയടിക്കാൻ. കറ്റയടിക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? കച്ചി വെക്കും ആദ്യം. വെച്ചിട്ട് ഒരു പാറ എടുത്ത് വെക്കും, നിരന്ന പാറ എടുത്ത് വെച്ചിട്ട് കണ്ട കറ്റ എടുത്ത് കണ്ട ഇങ്ങനെ അടിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലേ. അവർക്ക് കൊയ്ത്തോ ഇങ്ങനെ അമ്മമാർ കഷ്ടപ്പെട്ടതോ ഒന്നും അറിയത്തില്ലല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ ഇതൊന്ന് കാണട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കാണട്ടെ. നമ്മുടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നെന്ന് നമ്മുടെ മക്കളൊന്ന് കാണട്ടെ. അപ്പോൾ ഇങ്ങനെ കൊയ്ത് കൊണ്ടുവന്ന് ഇനി ബാക്കി അമ്മ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, അവിടെ നല്ല ശരിക്ക് വെള്ളം കിടക്കുക. അതുകൊണ്ട് അമ്മ കരയ്ക്ക് എന്ന് കാണിക്കാം. ആ മതിയല്ലേ? ഇങ്ങനെ കുപ്പിയോ വെള്ളമോ ഒന്നുമില്ല. രാവിലെ ഇച്ചിരി പഴങ്കഞ്ഞിയും ഉണ്ടെങ്കിൽ കുടിച്ചില്ലെങ്കിൽ ഇല്ല. കുടിച്ചും കൊണ്ട് വന്ന് വയലിൽ ഇറങ്ങിയാലേ ആകുമ്പോഴത്തേനും ഉടനെ ചിലപ്പോൾ 2 പുഴുക്ക് ഇച്ചിരി കഞ്ഞിയുള്ളൂ. ചിലർ തരും, ചിലർ തരത്തില്ല. അങ്ങനെ വയലിൽ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അത് കുടിച്ചാൽ ഞങ്ങൾ വൈകുന്നേരം കൊയ്യുന്നത്. 3 മണി വരെ കൊയ്യും. പിന്നെ കറ്റ ചുവന്നുകൊണ്ട് പോയി വയ്ക്കും. ദാഹം വരുമ്പോഴേ ഈ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുമല്ലേ, ആ വെള്ളം കോരി കഴിയിട്ടുണ്ട്. ആ വെള്ളം കുടിച്ചിട്ടുമുണ്ട് കേട്ടോ. എന്താണെന്നറിയാം, ദാഹം. അതിങ്ങനൊന്നും ഇല്ല കേട്ടോ, കുപ്പിയും വെള്ളമൊന്നുമില്ല. മക്കളെ, അമ്മ കൊയ്തതല്ലേ കാണിച്ചോളൂ. അപ്പോൾ അമ്മ ഇനി അതെന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ? അപ്പം അമ്മയൊന്ന് പറയട്ടെ. അതെ, കൊയ്ത് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കറ്റ അടിച്ച് നമ്മൾ കാറ്റത്ത് തൂറ്റും. ഇങ്ങനെ വാരി തൂറ്റുമ്പോഴേ പതിര് വേറെ നെല്ല് വേറെ അങ്ങനെ വരും. എന്നിട്ട് നീക്കി കൂട്ടി കൂമ്പേറ്റ ആക്കിയിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉടനെ അണ്ടേ ഇതുപോലുള്ള കൊട്ട. ഇന്നത്തെ കാലത്ത് കൊട്ടയൊന്നും കാണാനില്ലല്ലേ. അല്ലേ, ഇതുപോലുള്ള കൊട്ട, ചങ്ങഴിയുണ്ട്. ചങ്ങഴിയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഞങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂലി എന്തുവാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ട ഇതേപോലെ നെല്ലളക്കും. ഇങ്ങനെ കൂമ്പേറ്റം അളക്കും. അളന്നിട്ട് 6 വട്ടം അളക്കും. ഇതുപോലെ 6 വട്ടം അത് അവർക്കാണ്. 7ാമത്തത് ഞങ്ങൾക്കാണ് ഒരെണ്ണം. അങ്ങനെ എത്ര ഉണ്ടോ 6 വട്ടം അളക്കുമോ ആ 6 വട്ടം അളക്കുന്നത് അവർക്കാണ്. 1 വട്ടം ഞങ്ങൾക്ക്. എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും. ചിലപ്പോൾ 2 വട്ടം കാണും, ചിലപ്പോൾ 3 വട്ടം കാണും ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് പ്രധാനം എന്തുവാണെന്നൊന്നും അറിയണ്ടേ? അതൊന്ന് കേൾക്കും. ഇതിനന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? പദം അളക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം കിട്ടിയാലും ഞങ്ങളുടെ ഒരു സന്തോഷം എന്തുവാണെന്നറിയണ്ടേ? അതിലോട്ടാണ് ഞങ്ങളുടെ കണ്ണ്. എന്താണെന്ന് അമ്മ കാണിക്കട്ടെ. അതെ, ഈ പദമേ, ഈ പൊലി, ഇത് പിന്നെ പൊലിയാ ഇത്. അന്നേരം ആ ഉടയൻ എന്ത് ചെയ്യുന്നറിയോ? അളന്ന് തീർന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കൈപ്പടം ഇടും. ഈ കൈപ്പടമാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ തൃപ്തി, സന്തോഷം. അതാ കേട്ടോ. ചിലർ കൈക്ക് നല്ലതുപോലെ അളന്ന് തരുക.
ഇങ്ങനെ കയറ്റി വെച്ച് അളക്കും. അത് ഒന്നല്ല 3 പ്രാവശ്യം അളക്കും. ഇങ്ങനെ കയറ്റി അളക്കും. കേട്ടോ, 3 പ്രാവശ്യം ഇങ്ങനെ അളക്കും. ഇപ്പം അമ്മയുടെ കൈ കൊച്ചായതുകൊണ്ട് ഇല്ല. പക്ഷെ അവരളക്കുമ്പോഴേ ഇതിന് ഒരു കൊട്ട കാണും, ഇതിനൊരു കൊട്ട പൊലി കാണും. അതാണ് ഞങ്ങളുടെ സന്തോഷം. മനസ്സിലായോ? എന്നിട്ട് ഇതും കൊണ്ട് വീട്ടിൽ വന്ന് പാറ്റി തലേന്ന് കുട്ടുവത്തിനകത്തിട്ട് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിടും. തിളപ്പിച്ചിട്ടിട്ട് രാവിലെ തീയരിച്ച് നല്ല രീതിയിൽ പുഴുങ്ങി വെയിലത്ത് റോഡിൽ, അന്നൊക്കെ റോഡിൽ പായൊക്കെ, അന്നൊന്നും വണ്ടികളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ തേരാപ്പാര ഓടാൻ, വണ്ടി ഇല്ലല്ലോ. അപ്പോൾ റോഡിലൊക്കെ ഞങ്ങൾ പനമ്പാന്ന് കേട്ടോ, തഴപ്പായും പനമ്പും അതൊക്കെ കൊണ്ടുവന്നിട്ട് ഉണക്കി കുത്തി തിരുവോണത്തിന് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ടുള്ള സന്തോഷമാണ് ഞങ്ങൾക്കൊക്കെ, മക്കൾക്കും ഞങ്ങൾക്കും എല്ലാം. എന്നിട്ട് പുഴുങ്ങി കുത്തി വെച്ചിരുന്ന് 5 ഓണം അടിച്ച് പൊളിക്കും ഞങ്ങൾ. നല്ല പുത്തരിച്ചോറുണ്ട്. ഇന്നതൊന്നുമില്ല, ഇന്ന് ആ പുത്തരിച്ചോറൊന്നുമില്ല കേട്ടോ. ഇന്നല്ല നമ്മൾ അരി മേടിക്കുമല്ലയോ, അന്നങ്ങനല്ല. ഈ കൊയ്യുന്ന നെല്ല് കൊണ്ട് നമ്മൾ ഒരു വർഷക്കാലം കഴിയുമായിരുന്നു. റേഷനും എല്ലാമായിട്ട്. അപ്പോഴേ അമ്മയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ. അപ്പോഴേ ഇനി കാണും വരെ ടാറ്റാ.